ഇന്ന് ഇന്ത്യയിൽ നമുക്ക് നിക്ഷേപങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടർ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന 45ഓളം മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഓരോ ദിവസവും പുതിയ പുതിയ കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീസെൻ്റായിട്ട് മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ലോഞ്ച് ചെയ്ത മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതൊരു ഇൻഡെക്സ് ഫണ്ടാണ്. ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഫ്യൂച്ചേഴ്സ്, എങ്ങനെയാണ് ഇൻഡെക്സ് ഫണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻഡെക്സ് ഫണ്ട് സാധാരണയായിട്ട് ചെയ്യുന്നത് അത് ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഇൻഡെക്സിന് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്. സാധാരണയായിട്ട് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഡെക്സ് ഫണ്ടുകളും അത് ഏത് ഇൻഡെക്സിനെയാണോ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ഇൻഡെക്സിന് സമാനമായിട്ടുള്ള ഒരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഫണ്ടിൻ്റെ കേസ് എടുത്താൽ തന്നെയും ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് എന്ന് പറയുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇൻഡെക്സുമായിട്ടാണ് ഈ പർട്ടിക്കുലർ ഫണ്ടും ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഈ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിന് സമാനമായിട്ടുള്ള റിട്ടേൺസ് നേടിക്കൊടുക്കുക. ഇൻഡെക്സ് ഫണ്ടുകൾക്ക് അത് ബെഞ്ച് മാർക്ക് ചെയ്യുന്ന ഇൻഡെക്സിനേക്കാളും കൂടുതലൊരു റിട്ടേൺ ഒരിക്കലും ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇൻഡെക്സ് ഫണ്ടിൽ സാധാരണയായിട്ട് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസിൽ ഈ മ്യൂച്വൽ ഫണ്ടുകൾ ചാർജ് ചെയ്യുന്ന, ഈ ഫണ്ടുകളിൽ ചാർജ് ചെയ്യുന്ന എക്സ്പെൻസസ് റേഷ്യോയും അതേപോലെ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കിഴിച്ച് എത്രയാണോ റിട്ടേൺസ് ലഭിക്കുന്നത് ആ റിട്ടേൺസ് ആണ് സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നൽകുന്നത്. നമ്മുടെ ഈ പർട്ടിക്കുലർ ഫണ്ടിൻ്റെ കേസിലും ഈ കാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നിഫ്റ്റി ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സിൽ ഏകദേശം 15 ഷെയറുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 15 കമ്പനികൾ ഡിഫൻസ് സെക്ടറുമായിട്ട് ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. ബേസിക്കായിട്ട് എയറോസ്പേസ് ഡിഫൻസ് കാറ്റഗറി, എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്, ഡിഫൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ, ഡിഫൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിവിൽ കൺസ്ട്രക്ഷൻസ് ചെയ്യുന്ന കമ്പനികൾ, ഷിപ്പ് ബിൽഡിങ്ങും അതേപോലെ അലൈഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുന്ന കമ്പനികൾ, ഇങ്ങനെ 15 കമ്പനികൾ ആണ് ഈ പർട്ടിക്കുലർ ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഈ കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത്. ഈ ഇൻഡെക്സിൽ ഈ പറയുന്ന കമ്പനികൾക്കെല്ലാം ഒരു പ്രത്യേക വെയിറ്റേജ് ഉണ്ടാവും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഏകദേശം 21.69% പണം ഈ കമ്പനിയിലാണ് നിക്ഷേപം നടത്തുന്നത്. ഭാരത് ഇലക്ട്രോണിക്സിൽ ഏകദേശം 20.72%, സോളാർ ഇൻഡസ്ട്രീസിൽ 13.9%, ഭാരത് ഡൈനാമിക്സിൽ 9.16%, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഏകദേശം 8.87%, അസ്ര മൈക്രോവേവ് പ്രോഡക്ട്സ് ഇതിൽ ഏകദേശം 4.69%. ഇതിങ്ങനെ നീണ്ടുപോകുന്നു. ഇങ്ങനെ 15 കമ്പനികളിൽ, തിരഞ്ഞെടുത്ത 15 കമ്പനികളിലാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത്. സാധാരണ ഇൻഡെക്സ് ഫണ്ടുകൾ ആക്റ്റീവായിട്ടുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാധാരണയായിട്ട് ഇൻഡെക്സ് ഫണ്ടുകൾ താരതമ്യേന റിസ്ക് കുറവുള്ള ഫണ്ടുകളാണ്. കാരണം ഒരു ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഇൻവെസ്റ്ററിന് അറിയാം എവിടെയാണ് ഈ ഫണ്ട് മാനേജർ നിക്ഷേപം നടത്താൻ പോകുന്നത്, അതോടൊപ്പം തന്നെ ഓരോ കമ്പനികളിലും എത്ര പെർസെൻറ്റേജ് എമൗണ്ട് ആണ് നിക്ഷേപം നടത്താൻ പോകുന്നത്. എന്നാൽ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഇക്വിറ്റി ഫണ്ട് അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന് നിക്ഷേപകന് മുൻകൂറായിട്ട് അറിയാൻ പറ്റില്ല ഏതൊക്കെ കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ നടത്താൻ പോകുന്നതെന്നുള്ളത്. ആക്റ്റീവായിട്ടുള്ള ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളിലെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ടുകൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ആ പറയുന്ന അല്ലെങ്കിൽ ആ ഇൻഡെക്സിൽ വരുന്ന അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ വരുന്ന കമ്പനികളിലെ ആ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് മാത്രമാണ് നിക്ഷേപം നടത്തുവാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാനിവിടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ ഡിഫൻസ് സെക്ടറിൽ എക്സ്ക്ലൂസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സെക്ടർ സ്പെസിഫിക് ഫണ്ടുകൾ, അധികം ഫണ്ടുകൾ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. HDFC മ്യൂച്വൽ ഫണ്ട് ജൂൺ 2023 ലോഞ്ച് ചെയ്ത HDFC ഡിഫൻസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. അത് ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടാണ്, അത് ഇൻഡെക്സ് ഫണ്ടല്ല. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം
ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള HDFC ഡിഫൻസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അതുമല്ല എങ്കിൽ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതാണോ നല്ലത്? ഇത് ഒരു ഇൻവെസ്റ്ററുടെ ചോയ്സാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ 2 ചോയ്സ് അവൈലബിൾ ആണ്. ആക്റ്റീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള HDFC ഡിഫൻസ് ഫണ്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫണ്ടാണ്. അതിൻ്റെ സിൻസ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 1 വർഷമായി ആ ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട്. ആ ഫണ്ട് ഏകദേശം 120% ആബ്സല്യൂട്ട് റിട്ടേൺസ് ആണ് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരിക്കുന്നത്. ഇയർ ടു റിട്ടേൺസ് നോക്കിയാൽ ഏകദേശം 45%, 1 മാസത്തെ റിട്ടേൺ ഏകദേശം 17.5%, 6 മാസത്തെ റിട്ടേൺ ഏകദേശം 67% ഈ പർട്ടിക്കുലർ ഫണ്ട് നൽകിയിട്ടുണ്ട്. അപ്പം ഈ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഡിഫൻസ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കമ്പനികളിൽ വേണമെങ്കിലും നിക്ഷേപം നടത്താം. പക്ഷേ ഒരു ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം, ഈ മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞിരിക്കുന്ന 15 കമ്പനികളിൽ മാത്രമാണ് അവർക്ക് നിക്ഷേപം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടും ആ ഇൻഡെക്സിൽ എത്ര % ആണ് ഓരോ കമ്പനിയുടെ വെയിറ്റേജ്, ആ വെയിറ്റേജ് അനുസരിച്ചിട്ട് മാത്രമുള്ള നിക്ഷേപങ്ങളെ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ആക്റ്റീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ഫണ്ട് മാനേജറുടെ ചോയ്സ് അനുസരിച്ചിട്ട് അവർ പറയുന്ന ആ സെക്ടറിൽ അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കമ്പനികളിൽ വേണേലും നിക്ഷേപം നടത്താം. അതേപോലെ തന്നെ ഫണ്ട് മാനേജറുടെ ചോയ്സ് അനുസരിച്ചിട്ട് അതിൽ അലോക്കേറ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ പെർസെൻറ്റേജും മാറി വരാം. അപ്പോൾ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടുകൾ മിക്കവാറും പല സമയങ്ങളിലും നല്ല റിട്ടേൺസ് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഫണ്ട് മാനേജറിനൊരു ലിബർട്ടി ഉണ്ട്. ആ ഫണ്ട് മാനേജർ ആ ലിബർട്ടി ഉപയോഗിച്ച് മാർക്കറ്റിൽ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് സ്റ്റോക്കുകൾ വാങ്ങുവാനും വിൽക്കുവാനും, പുതിയ സ്റ്റോക്കുകൾ ആഡ് ചെയ്യുവാനും, പുതിയ കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ കമ്പനികളെ ഇൻക്ലൂഡ് ചെയ്യുവാനും ഫണ്ട് മാനേജറിന് സാധിക്കും. എന്നാൽ ഒരു ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ട് മാനേജർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻഡെക്സ് ഫണ്ടുകളിൽ ഫണ്ട് മാനേജറിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ജസ്റ്റ് ആ ഇൻഡെക്സിനെ മിമിക്ക് ചെയ്യുക, അത് മാത്രമാണ് ഫണ്ട് മാനേജേഴ്സ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റിലേറ്റീവ്ലി ഇൻഡെക്സ് ഫണ്ടുകൾക്ക് റിസ്ക് കുറവായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺസും അതിനനുസരിച്ച് കുറയാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഒരു ഇൻവെസ്റ്റർ ചോയ്സ് ആണ് എവിടെയാണ് അവർ നിക്ഷേപം നടത്തുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിൽ അല്ലെങ്കിൽ ആ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളിലെല്ലാം നല്ലൊരു പെർഫോമൻസ് നൽകിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളും സഹായങ്ങളും എല്ലാം ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അപ്പോൾ അതാണ് ബേസിക് ആയിട്ടും ഇതേപോലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയർ പ്രൈസ് കൂടുന്നതിനുള്ള കാരണം. കഴിഞ്ഞ 1 വർഷക്കാലത്ത് ഈ ഇൻഡെക്സിൽ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ ഏകദേശം 177% റിട്ടേൺസ് ലഭിച്ചേനെ. അത് ഇയർ ടു ഡേറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 60%, ക്വാർട്ടർ ടു ഡേറ്റ് ഏകദേശം 44%, 5 ഇയർ റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം 56%. സിൻസ് ഇൻസെപ്ഷൻ ഈ ഇൻഡെക്സ് തുടങ്ങിയ കാലം മുതലുള്ള റിട്ടേൺസ് എടുത്താൽ ഏകദേശം 38% വരുന്നുണ്ട്. മറ്റുള്ള സെക്ടറുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഡിഫൻസ് സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾ നല്ലൊരു പെർഫോമൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും HDFC ഡിഫൻസ് ഫണ്ട് ഏകദേശം 22 കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. 1 വർഷം കൊണ്ട് ഏകദേശം 120% കൂടുതലുള്ള റിട്ടേൺസ് ഈ ഫണ്ട് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് HDFC ഡിഫൻസ് ഫണ്ടിൽ നമുക്ക് ബൾക്കായിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ റൈറ്റ് നൗ അവൈലബിൾ അല്ല. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുന്നേ HDFC മ്യൂച്വൽ ഫണ്ട് ലംസം എമൗണ്ട് അല്ലെങ്കിൽ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫൻസ് ഫണ്ടിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് HDFC ഡിഫൻസ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ SIP റൂട്ടിൽ മാത്രമാണ് നിക്ഷേപം നടത്താൻ പറ്റുകയുള്ളൂ. ഈ HDFC ഡിഫൻസ് ഫണ്ടിൻ്റെ AUM അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2700 കോടി രൂപയാണ്. ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 22 രൂപ 9 പൈസയാണ്. 2023 ജൂണിൽ
10 രൂപയ്ക്ക് തുടങ്ങിയ ഒരു നിക്ഷേപം ഇപ്പോൾ ഇരട്ടിയിൽ കൂടുതലായിരിക്കുന്നു. 10 രൂപ 22 രൂപയിൽ കൂടുതലായിരിക്കുന്നു. ഏകദേശം 2700 കോടി രൂപയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്. HDFC ഫണ്ട് മാനേജർ ഈ ഫണ്ടിൽ ഫർദറായിട്ടുള്ള ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഈ കളക്ട് ചെയ്യുന്ന എമൗണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടും എഫക്റ്റീവായിട്ടും ഡിപ്ലോയ് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കമ്പനികളിലെ മിക്കവാറും എല്ലാ കമ്പനികളുടെയും ഷെയർ പ്രൈസ് ഓവർ വാല്യൂഡാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഫർദറായിട്ട് ബൾക്ക് എമൗണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫണ്ടിൻ്റെ പെർഫോമൻസിന് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുകയും, അതേപോലെ പുതിയതായിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനും ഈ ഫണ്ട് മാനേജറെ കൊണ്ട് പല സമയങ്ങളിലും സാധിക്കാതെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻറ്റോ ആയിട്ടോ ഫണ്ട് മാനേജേഴ്സ് ഒരു ഫണ്ടിൽ ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ പല സമയങ്ങളിലും സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെ HDFC ഡിഫൻസ് ഫണ്ടിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡിസിഷൻ എടുക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓപ്പറേഷനിലുള്ള HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ HDFC ഡിഫൻസ് ഫണ്ടിൽ നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യണമോ, അല്ല എങ്കിൽ ജൂൺ 13-ാം തീയതി മുതൽ ലോഞ്ച് ചെയ്യുന്ന മോട്ടിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമോ? ഈ കാര്യങ്ങൾ ഒരു ഇൻവെസ്റ്റർ സെലക്ട് ചെയ്യേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ രണ്ട് ഫണ്ടുകളിലെയും കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചു. ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് ഒരു ഇൻവെസ്റ്ററാണ്. മോട്ടിലാൽ ഓസ്വാൾ ഇന്ത്യ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ട് നിങ്ങൾ വാങ്ങണമെങ്കിൽ 10 രൂപ കൊടുത്താൽ മതി. എന്നാൽ HDFC മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫൻസ് ഫണ്ട് നിങ്ങൾ വാങ്ങണമെങ്കിൽ 22 രൂപ NAV ഉണ്ട്. ഇപ്പോൾ പലപ്പോഴും പലരും ചിന്തിക്കുന്നത്, ഇപ്പോൾ ഓപ്പറേഷനുള്ള അല്ലെങ്കിൽ NFOയിൽ വരുന്ന ഫണ്ടിന് 10 രൂപയാണ് പ്രൈസ് ഉള്ളൂ, ഞാൻ ഈ കാറ്റഗറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു ഫണ്ട് വാങ്ങണമെങ്കിൽ ഇരട്ടിയിൽ കൂടുതൽ പണം കൊടുക്കണം. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പല വീഡിയോകളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ NAV, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന NAV ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ആ ഫണ്ടിൻ്റെ പെർഫോമൻസ്, എവിടെയാണ് ഈ ഫണ്ട് കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഈ ഫണ്ട് ആരാണ് മാനേജ് ചെയ്യുന്നത്, ഇതേത് ഫണ്ട് ഹൗസാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ, ഇതേപോലെയുള്ള പല കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഇൻഡെക്സ് ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസസ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാനേജർ കൂടുതൽ എക്സ്പെൻസസ് ഈ ഫണ്ടിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ നമുക്ക് അഫക്റ്റ് ചെയ്യും. ആസച്ച് നമുക്കറിയില്ല എത്രയാണ് ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ എന്ന് നമുക്കറിയില്ല. HDFC ഡിഫൻസ് ഫണ്ടിൻ്റെ എക്സ്പെൻസസ് റേഷ്യോ ഏകദേശം 2% വരും. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2% എക്സ്പെൻസസ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. എങ്കിൽ തന്നെയും ഈ പർട്ടിക്കുലർ സെക്ടറിൻ്റെ പൊട്ടൻഷ്യൽ കണക്കാക്കുമ്പോൾ ഡിഫൻസ് സെക്ടറിൽ SIP റൂട്ടിൽ ബൾക്ക് എമൗണ്ട് നിക്ഷേപം നടത്താതെ SIP റൂട്ടിൽ നിക്ഷേപങ്ങൾ നടത്തുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു അപ്രിസിയേഷൻ ഉണ്ടാകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനെ ബേസിക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ്. ഇന്ത്യയുടെ പ്രതിരോധത്തിന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും സാമഗ്രികളും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുക എന്നത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസിഷനാണ്. അതോടൊപ്പം തന്നെ ഇത് വേണ്ട രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക, ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വരാനിരിക്കുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറിന് കൂടുതൽ അലോക്കേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു അലോക്കേഷൻ ലഭിക്കുകയാണെങ്കിൽ ഈ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികളുടെ ഷെയർ പ്രൈസുകൾ കൂടുവാനും കൂടുതൽ കമ്പനികൾ ഈ സെക്ടറിലേക്ക് വരുവാനായിട്ടും സാധിക്കും. ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇതേപോലെയുള്ള ഫണ്ടുകളുടെ പെർഫോമൻസിനെ ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിക്ഷേപകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു നിക്ഷേപമാണ്. കാരണം സെക്ടർ സ്പെസിഫിക് ഫണ്ടുകൾ ഒരു പർട്ടിക്കുലർ സെക്ടറിനെ മാത്രം എയിം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സെക്ടറിലുള്ള കമ്പനികളിൽ മാത്രം നിക്ഷേപം നടത്തുന്ന ഫണ്ടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പർട്ടിക്കുലർ സെക്ടറിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് വരികയോ അല്ലെങ്കിൽ അതേപോലെയുള്ള കമ്പനികളുടെ ഓപ്പറേഷനിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്യും. പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടങ്ങൾ വരാനായിട്ടുള്ള ചാൻസുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഈ ഫണ്ടുകളിൽ നിക്ഷേപത്തിന് നിങ്ങളൊരു തീരുമാനമെടുക്കാവുള്ളൂ. ഇത് HDFC ഡിഫൻസ് ഫണ്ടിലോ അല്ലെങ്കിൽ മോട്ടിലാൽ ഓസ്വാൾ ഡിഫൻസ് ഇൻഡെക്സ് ഫണ്ടിലോ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ല.
ഈ രണ്ട് ഫണ്ടുകളെക്കുറിച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷനായിട്ട് കണക്കാക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.